മറ്റൊരു വാർത്തയിലേക്ക് 24 ബിഗ് ബ്രേക്കിംഗ് ആണ്. കേരളത്തിന്റെ തുറമുഖ വികസനത്തിന് പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടുകളായി ബേപ്പൂരിനെയും കൊല്ലത്തെയും വികസിപ്പിക്കാനാണ് പദ്ധതി. 2000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പദ്ധതി അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുമെന്ന് സൂചന. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വലിയ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. കേരളം ഒരു വലിയ തുറമുഖ സംസ്ഥാനമായി മാറാൻ പോകുന്നു. വിഴിഞ്ഞത്തിൻ്റെ വലിയ വിജയം, ആ വിജയത്തിന് ശേഷം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാറ്റലൈറ്റ് പോർട്ടുകളായി അത് ബേപ്പൂർ മാറുന്നു. ബേപ്പൂരിൽ വലിയ വികസനമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കൊല്ലം പോർട്ടിലും വലിയ വികസനം വരുന്നു. ബേപ്പൂരിനെ ഒരു തുറമുഖ നഗരം എന്നുള്ള നിലയിലേക്ക് കോഴിക്കോട് മാറ്റാൻ വേണ്ടി, കാരണം ഈ സീപോർട്ട് എയർപോർട്ടും അടുത്ത് കണക്ടിവിറ്റി ഉള്ളൊരു പ്രദേശമാണ് ബേപ്പൂർ. ആ രീതിയിൽ വലിയ സാധ്യതകൾ 2000 കോടിയിലേറെ വികസന പദ്ധതിയാണ് രൂപം നൽകിയിരിക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് 6 മാസം മുമ്പ്, അതായത് 2025 സെപ്റ്റംബറിൽ തന്നെ ഇതിൻ്റെ രൂപരേഖയായി കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ നടന്നു. ഇതെല്ലാം രഹസ്യമായിരുന്നു നടന്നത്. കാരണം ഇതൊരു വലിയ വികസന പദ്ധതിയായി വരണം എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം ഇതിൽ പല തടസ്സങ്ങൾ വന്നേക്കാം, കാരണം കേന്ദ്രത്തിൻ്റെ അനുമതി ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ എന്നാൽ എല്ലാം ക്ലിയറായി. ഏറ്റവും ഒടുവിൽ ധനവകുപ്പിൻ്റെ അംഗീകാരം കൂടി നൽകി കഴിഞ്ഞു, ശരിവെച്ച് കഴിഞ്ഞു. ഇനി ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ മാത്രമാണ് വേണ്ടത്. അതായത് ബേപ്പൂരിൽ ഒരു വലിയ തുറമുഖം PPP മാതൃകയിലാണ്, അതായത് വിഴിഞ്ഞത്തിൻ്റെ സമാന മാതൃകയിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലാണ് ഈ വലിയ പദ്ധതി വരുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാറ്റലൈറ്റ് തുറമുഖമായി മാറുമ്പോൾ വലിയ രീതിയിലുള്ള വിദേശ ചരക്കുകളുടെയും വിദേശ കപ്പലുകളുടെയും വരവ് ഈ വിഴിഞ്ഞത്തു നിന്നും കൊല്ലം ബേപ്പൂരിലേക്കുള്ള ഒരു രീതിയിലേക്കുള്ള വലിയ വളർച്ചയായി മാറും. അത് പിന്നീട് അങ്ങോട്ട് മുദ്രാപാട്ടിലേക്കും അതുപോലെ മംഗലാപുരം മാംഗ്ലൂർ പോർട്ടിലേക്കും പോകുന്ന ഒരു വലിയ പോർട്ട് കണക്ടിവിറ്റി തന്നെ കേരളത്തിൽ സാധ്യമാവുകയാണ്. ഈ വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതയെ പൂർണ്ണമായും മലബാറിലേക്ക് പ്രയോജനപ്പെടുത്തുകയാണ് ഇതിലെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം മലബാറിൽ അത്തരത്തിലൊരു വലിയ തുറമുഖമില്ല. അതുകൊണ്ട് ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് PPP മാതൃകയിൽ വിഴിഞ്ഞം മോഡൽ വികസനവുമായി എത്തുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.